ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്ന ഒരു പീനട്ട് മിൻറ്റ് കൊറിയാണ്ടർ ഒക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തിയാണ്. ഒന്നുമില്ല, നമ്മുടെ കപ്പലണ്ടി, പുതിനയില, മല്ലിയില ഇതെല്ലാം ചേർത്തിട്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ദോശയ്ക്കൊക്കെ കൂട്ടാൻ സൂപ്പറാണ്. ഓക്കെ, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക്. മല്ലിയില ഒരു അരപ്പിടി, ഒരു പിടി പുതിനയില ആണെങ്കിൽ ഒരു അരപ്പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ പുളി ഒരു ചെറിയൊരു കഷ്ണം പുളി, പിന്നെ 2 വെളുത്തുള്ളി, ഒരു ഇഞ്ചി, പിന്നെ കപ്പലണ്ടി ഒരു 1/4 കപ്പ്. ഇതാണ് ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. ഇപ്പം മിൻറ്റ് ലീവ്സും മല്ലിയിലയും നമുക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ അരച്ചാൽ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കപ്പലണ്ടി ആദ്യം ഒന്ന് വറുത്തെടുക്കാം. എൻ്റെ പാകം അറിയാമല്ലോ, അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കതെടുത്തിട്ട് മാറ്റിയിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ല ക്രിസ്പി ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ദോശയുടെ കൂടെ ആണെങ്കിലും ചില റൈസിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. പച്ചരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഓക്കെ, ഞാനത് ഫുള്ള് മാറ്റി. ഇനി നമുക്കിതിലേക്ക് എന്താ ചേർക്കേണ്ടത്? സവാള ചേർക്കുക. എന്നിട്ടത് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ ചില ഹോട്ടലിൽ നിന്നൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും. ഒരു കർണാടക സ്പെഷ്യൽ ഐറ്റമാണിത്. ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നോട് വോയിസ് ഓർമ്മ പുറത്ത് ഭയങ്കര കിളികളുടെ ബഹളമാണ് കേട്ടോ. അതാണ് ഈ ഇടയ്ക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതാണ്. ഇതിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരുപാടങ്ങ് വറുക്കണ്ട കേട്ടോ. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇഞ്ചി, വെളുത്തുള്ളി ഒത്തിരി വേണ്ട. അപ്പം ആ ഒരു വല്ലാതെ വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും ഒരുപാട് വരും. അതുകൊണ്ട് ചെറിയ 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഒരു ഇഞ്ച് വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു ഇഞ്ചി, 1/2 ഇഞ്ച് ഇത്രയൊക്കെ വലുപ്പത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഇതിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് ഹെൽത്തിയാണ്. കാരണം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു, 2 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ ഒന്നിടാം. ഇപ്പം ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സും, ഒരു പിടി മിൻറ്റ് ലീവ്സും, അരപ്പിടി കൊറിയാണ്ടർ ലീവ്സുമാണ് എടുത്തേക്കണേ. കണ്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇലയുടെ മാത്രം അളവ് കൂട്ടിയാൽ മതി. സവാളയൊക്കെ ഇതുപോലെ മതി. ഒരു 2 പിടി പുതിനയിലയും 1 പിടി മല്ലിയില ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ ഇല ഫുള്ള് നന്നായിട്ട് അങ്ങ് വാടിച്ച് ചുരുങ്ങും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ലൈവായിട്ട് കാണാം. കണ്ടോ, ഇതിങ്ങനെ ചെറുതായി വരുന്നുണ്ട്. ഇല വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കില്ല കേട്ടോ. നമുക്ക് പച്ചമുളകൊന്ന് കീറിയിടാം.
ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാനുണ്ടോ, ഉപ്പ് കുറവാണ് തോന്നിയത് ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്താലും മതി, മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചേർത്താലും മതി. ഞാനിപ്പോൾ തന്നെ ചേർത്തുന്നേ ഉള്ളൂ. സാധനം പുളി അതൊന്ന് ഓഫ് ചെയ്യാറാകുമ്പോൾ പുളിയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇങ്ങനെ എടുക്കാനുണ്ടോ. നമുക്കത് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി അത്രയേ ഉള്ളൂ എൻ്റെ പണി എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ അരയ്ക്കുക, കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഒരുപാട് വെള്ളം ആവരുത്, ചമ്മന്തിക്ക് നമ്മൾ വെള്ളം ചേർത്തില്ല അതുപോലെ. ഇത് നന്നായിട്ട് ആറിയിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. ചൂടാറിയ ശേഷം മാത്രം അരയ്ക്കുക. നമുക്ക് അരയ്ക്കാം. ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കുക, എന്നിട്ട് വീണ്ടും അരയ്ക്കുക. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ തിക്നെസ്സിൽ നമുക്കത് അരച്ചെടുക്കുക, അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. മിൻറ്റിൻ്റെ സ്വാദൊക്കെ ഒരുപാട് പേർക്ക്, മിക്കവാറും പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നണു, അറിയില്ല. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.